ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡോക്ടർമാർ ഉൾപ്പെടെ ഒരു വൈറ്റ് കോളർ ഭീകരവാദ ശൃംഖലയുടെ പങ്ക് പുറത്തു വന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും IS-ന്റെ ശാഖയായ അൻസാർ ഗാസ്വാത്ത് അൽ ഹിന്ദിനു വേണ്ടിയാണ് അറസ്റ്റിലായ ഡോക്ടർമാർ പ്രവർത്തിച്ചത്. ഈ നെറ്റ്വർക്കിന്റെ വേരുകൾ തുർക്കിയിലെ അങ്കാറ വരെ നീളുന്നുവെന്നും ഉഗാസ എന്ന കോഡ് നാമമായുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നും തെളിയിക്കുന്ന നിർണായകമായ കണ്ടെത്തലുകൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കേസിന്റെ സമഗ്രമായ വിശകലനത്തിൽ ഭീകരവാദത്തിന്റെ പുതിയ മുഖം, അന്വേഷണത്തിലെ വഴിത്തിരിവുകൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾ, സുരക്ഷാ ഏജൻസികളുടെ മികവ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. കേസിൽ അറസ്റ്റിലായവരിൽ ഡോക്ടർമാരായ ഡോക്ടർ ഉമർ നബി, ഡോക്ടർ അദിൽ അഹമ്മദ് റത്താർ, ഡോക്ടർ ഷാഹിദ്, ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനവും വിദ്യാഭ്യാസവുമുള്ള വ്യക്തികൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നത് ഭീകരവാദത്തിന്റെ പ്രവർത്തന രീതിയിലെ ഗുണപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമ്പരാഗത തീവ്രവാദികളിൽ നിന്നും വ്യത്യസ്തമായി വൈറ്റ് കോളർ ഭീകരർക്ക് അവരുടെ വിദ്യാഭ്യാസം, സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക ഭദ്രത എന്നിവ ഉപയോഗിച്ച് സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് അതിവേഗം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ജമ്മു കാശ്മീർ സർക്കാർ സർവീസിൽ നിന്ന് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയതിന് 2 വർഷം മുമ്പ് പിരിച്ചുവിട്ട ഡോക്ടർ നിസാർ ഉൽ ഹസനാണ് ഇന്ത്യയിലെ ഈ വൈറ്റ് കോളർ സംഘത്തിന് നേതൃത്വം നൽകിയതെന്നാണ് കണ്ടെത്തൽ. അൽ ഫലാഹ് സർവകലാശാലയിലെ അധ്യാപകനായി ചേർന്ന ഇയാൾ തന്റെ പ്രവർത്തനം തുടർന്നു. ഇയാളെ നിലവിൽ കാണാനില്ലെങ്കിലും ഈ സംഘത്തിന് നേതൃത്വം നൽകിയത് ഇയാളാണെന്ന് വ്യക്തമായി. ഈ സംഘം പ്രവർത്തിച്ചത് ജെയ്ഷെ മുഹമ്മദിനും അൻസാർ ഗസ്വത്ത് അൽ ഹിന്ദിനും വേണ്ടിയാണ്. ഇത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ ശക്തികളുടെ ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ഫോടനം നടത്തിയത് ഡോക്ടർ ഉമർ നബി ആണെന്ന് പൊട്ടിത്തെറിച്ച കാറിലെ ശരീരാവശിഷ്ടങ്ങളും ഉമറിന്റെ അമ്മയുടെ DNA സാമ്പിളുകളും ഒത്തുനോക്കിയതിൽ നിന്നും സ്ഥിരീകരിച്ചു. ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന, അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നതുമായ ഘടകം എന്നത് ഭീകരാക്രമണത്തിന് പിന്നിൽ തുർക്കിക്ക് ബന്ധമുണ്ട് എന്ന സൂചനയാണ്. തുർക്കിയിലെ അങ്കാറയിൽ നിന്നുള്ള ഉഗാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഭീകരരുടെയും പാക് സംഘടനകളുടെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. 2022 മാർച്ചിൽ ഡോക്ടർ ഉമർ നബിയും ഡോക്ടർ മുഹമ്മദ് ഷക്കീലും അങ്കാറയിൽ എത്തുകയും 2 ആഴ്ചയോളം അവിടെ താമസിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ സന്ദർശനമാണ് സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിലും അന്തിമ തീരുമാനങ്ങളിലും നിർണായകമായത്. ഉഗാസയിട്ട പദ്ധതി ഉമർ നബി അടക്കമുള്ളവർ നടപ്പിലാക്കുകയായിരുന്നു. ഉഗാസയ്ക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം. തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് പാക് ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കണ്ണിയാണ് ഉഗാസ. ഭീകരർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചത് അതിസങ്കീർണമായ എൻക്രിപ്റ്റഡ് ആപ്പുകളാണ്. ആദ്യഘട്ടത്തിൽ ടെലിഗ്രാം ഉപയോഗിച്ചെങ്കിലും പിന്നീട് ഇത് കൂടുതൽ സുരക്ഷിതമായ സെഷൻ സിഗ്നൽ പോലുള്ള ആപ്പുകളിലേക്ക് മാറി. അറസ്റ്റിലായ ഡോക്ടർമാർ ത്രിമ എന്ന സ്വിസ് ആപ്പാണ് ആശയവിനിമയത്തിനായി ഉപയോഗിച്ചതെന്നും കണ്ടെത്തി. ഇത്തരം ആപ്പുകളുടെ ഉപയോഗം ഇവരുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യ സ്വഭാവവും ആസൂത്രണ മികവുമാണ് വ്യക്തമാക്കുന്നത്. ഈ കണ്ടെത്തലുകൾ ഇന്ത്യ തുർക്കി ബന്ധത്തിൽ ഉലച്ചിലുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. തുർക്കി കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ്ഇൻഫോർമേഷൻ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും പ്രസ്താവനയിലൂടെ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ മറിച്ചായതിനാൽ ഇന്ത്യ ഈ കണ്ടെത്തലുകൾ തുർക്കിയെ അറിയിക്കുകയും ഉഗാസയെ കണ്ടെത്താൻ സഹായം തേടുകയും ചെയ്തു. രാജ്യവ്യാപകമായി ഭീകര ശൃംഖലകളുടെ സാന്നിധ്യം തെളിയിക്കപ്പെടുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടത്. സ്ഫോടനത്തിന് ശേഷം നടന്ന തീവ്രമായ തിരച്ചിലുകളും ചോദ്യം ചെയ്യലുകളും വഴിയാണ് 10 നിർണായക വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇതിൽ അൽ ഫലാഹിന്റെ റൂം 13 എന്ന കോഡ് നാമം ശ്രദ്ധേയമാണ്. ഭീകര സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു നിയന്ത്രണ കേന്ദ്രമാകാം റൂം 13 എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇന്ത്യയിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ഭീകരവാദികളുടെ കൂടിക്കാഴ്ചകൾക്കും പദ്ധതികൾ തയ്യാറാക്കുന്നതിനും നിർദ്ദേശങ്ങൾ കൈമാറുന്നതിനും ഉപയോഗിച്ചിരിക്കാം. പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഭീകരവാദികളുടെ കെണി വലിച്ചുള്ള ഈ ശൃംഖല ഡൽഹി പോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നുവെന്നാണ്. ഇത് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ സമാനമായ അറസ്റ്റുകൾക്കും സുരക്ഷാ നടപടികൾക്കും വഴി തുറക്കും. ഈ പുതിയ വിവരങ്ങൾ കേസിന്റെ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവാകുമെന്നും സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെയും അവരെ സഹായിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ നിർണായകമാകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഭീകര ശൃംഖലയെ കണ്ടെത്തുന്നതിൽ ശ്രീനഗർ SSP ഡോക്ടർ GV സുൻദീപ് ചക്രവർത്തിയുടെ ജാഗ്രതയും നേതൃത്വപരമായ ഇടപെടലും നിർണായകമായിരുന്നു. അദ്ദേഹത്തിന്റെ ഡോക്ടറായുള്ള അനുഭവ പരിചയം കൂടി ഈ കേസ് അന്വേഷണത്തിൽ സഹായകമായിട്ടുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ മാസം 19-ന് ശ്രീനഗറിന് സമീപം നൌഗാം ബൺപോറയിൽ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന പോസ്റ്ററുകൾ കണ്ടെത്തിയതോടെയാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. CCTV ദൃശ്യങ്ങളുടെ പോസ്റ്റർ പതിച്ച 3 പേരെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ ഷോപ്പിയാൻ സ്വദേശി മൗലവി ഇൻഫാൻ അഹമ്മദിലേക്ക് അന്വേഷണം നീട്ടു. ഇൻഫാന്റെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ അതിർത്തിക്കപ്പുറത്തുള്ള സംഘങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ തെളിവുകളും ലഭിച്ചു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുസമിൻ അഹമ്മദ് ഗനായിലേക്ക് അന്വേഷണം എത്തി.
തുടർന്നാണ് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന കണ്ണികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. 2010 MBBS പഠനം പൂർത്തിയാക്കിയ ശേഷം ഡോക്ടറായി ജോലി ചെയ്ത 2014 IPS നേടിയ സുന്ദീപ് ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഭീകര ശൃംഖലയെ കണ്ടെത്തിയ നടപടി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ കേസിന്റെ വേഗത്തിലുള്ള ചുരുളഴിയൽ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു വലിയ മുന്നേറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഭീകര നെറ്റ്വർക്ക് കണ്ടെത്തിയ ഇന്ത്യയുടെ അന്വേഷണ മികവിന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകര ബന്ധങ്ങളും അവരുടെ പ്രവർത്തന രീതികളും ആശയവിനിമയ മാർഗങ്ങളും മനസ്സിലാക്കുന്നതിന് ഈ വിവരങ്ങൾ സഹായകമാകും. ഇത് ആഗോള ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ നിർണായകമായ ഒരു ചുവടുവയ്പായി മാറും. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും തുടർ നടപടികളും ഉണ്ടാകുമെന്ന് അന്വേഷണ വൃത്തങ്ങൾ സൂചന നൽകും. റൂം 13 പോലുള്ള രഹസ്യ കേന്ദ്രങ്ങളും ഉഗാസ പോലുള്ള അന്താരാഷ്ട്ര കണ്ണികളെ കണ്ടെത്തുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയ ഈ ശൃംഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. ചെങ്കോട്ട സ്ഫോടനം എന്നത് കേവലം ഒരു പ്രാദേശിക സംഭവമായിരുന്നില്ല, മറിച്ച് തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമായിരുന്നുവെന്നും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.